എല്ലാ ദിവസത്തെ പോലെ ഇന്നും ഒരു യാത്രയിലാട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ കോട്ടയം വരെ ഒന്ന് പോകാനുണ്ട്. 11:30 ആകുമ്പോൾ അവിടെ എത്താനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 8 മണിക്ക് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടു. അല്ലെങ്കിലും തിരക്ക് പിടിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒരു പണി വരും. അങ്ങനെ വണ്ടി വഴിക്കായിട്ടുണ്ട്. വണ്ടി ഒരു വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ചിട്ട് പണിയൊക്കെ തീർത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ കിട്ടിയേ. അങ്ങനെ ഞങ്ങൾ മോലപ്പുറത്തെത്തിയപ്പോൾ മുത്തപ്പൻ്റെ പള്ളിയിലൊന്ന് കയറിയിട്ടോ. ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും മോലക്കുളം മുത്തപ്പൻ്റെ അടുത്ത് വരാറുണ്ട്. തിരിയൊക്കെ കത്തിച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. അങ്ങനെ മുത്തപ്പൻ്റെ അടുത്ത് വന്ന് തിരിയൊക്കെ കത്തിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഒരുപാട് വൈകി. നമ്മളെന്തായാലും ഇനി 11:30 എത്തില്ല, എന്നാലും കുറച്ച് നേരത്തെ എത്താന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നതാണ്, അല്ലാതെ കറങ്ങാനൊന്നും പോകുന്നതല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലായിലെത്തിയപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല ചൂടും വെയിലുമാണ്. ഇതുകൊണ്ട് നല്ല പോലെ മടുത്തു പോയി. അതാട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ലൈമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നേരെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ സമയം ഒരുപാടായി. അതുമാത്രമല്ല, വന്ന കാര്യം കഴിഞ്ഞപ്പം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:30 ആയി ഞങ്ങൾ ഇവിടുന്ന് വിടുമ്പോഴേ. അപ്പോൾ തന്നെ നല്ല സന്ധ്യ ആയിട്ടുണ്ട് നേരം. അതുമാത്രമല്ല, പോകുന്ന വഴിക്ക് പകുതിയിടയ്ക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് കാടാട്ടോ. ഒരു വീട് പോലും ഇല്ല, ചുറ്റിലും കാട്. എനിക്ക് നല്ല പേടിയാണ്. കാരണം ആദ്യമൊന്നും ആന ഇറങ്ങുമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആന ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും വരില്ല എന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷേ എനിക്കെന്നാലും നല്ല പേടിയാണ്. ഞാൻ ആ കാട് തുടങ്ങുന്നോണം തൊട്ട് വീടിൻ്റെ അവിടെ എത്തുന്നോണം വരെ പ്രാർത്ഥിച്ചുകൊണ്ടാട്ടോ ഇരുന്നത്. എനിക്ക് നല്ല പേടിയാണേ, ആന വരുമോ എന്ന്. അങ്ങനെ ഞങ്ങൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് വഴിയൊക്കെ മോശമാട്ടോ. എന്നാലും വേണ്ടില്ല, വേഗം ഒന്ന് വീട്ടിലെത്തിയാൽ മതിയേ. അതുപോലെ ആ കാടിൻ്റെ കയ്യിൽ വരുമ്പോൾ ഉണ്ടല്ലോ, നേരെ നമ്മുടെ എപ്പർ സൈഡിൽ നിന്ന് വണ്ടികൾ വരുമ്പോൾ എനിക്കൊരാശ്വാസം കേട്ടോ. കാരണം മുന്നോട്ട് പോകുമ്പോഴും ആനയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ അവരിങ്ങ് വന്നതെന്ന്. അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചേട്ടയെ നേരെ വണ്ടി മുറ്റത്തോട്ട് കയറ്റി. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ താഴത്ത് റോട്ടിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അക്കരെ മലയിൽ വീടുകളിലൊക്കെ ലൈറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. പകലൊന്നും ആ വീടുകൾ അവിടെ ഉണ്ടെന്ന് അറിയേയില്ല, മരം കാരണം. രാത്രിയിലാട്ടോ ഇഷ്ടം പോലെ വീടുണ്ടാവുക. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. വണ്ടി വരുന്ന ഒച്ച കേട്ടിട്ട് 2 പേര് പുറത്തിറങ്ങി ഇരിപ്പുണ്ട് കേട്ടോ. ഇവർ അമ്മയും മോനും ആണേ. അതാ അപ്പുറത്ത് കൊണ്ടു കേട്ടോ 2 പേര്. എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവന്നോന്ന് നോക്കി ഇരിക്കുന്നതാണ്. അതിനുള്ള കളികളാണ് കേട്ടോ ആ കാണുന്നത്. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യണേ. ഓക്കെ, ബൈ.